ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യത്തിൽ വോട്ടർ പട്ടികയിലെ ആദ്യ പേരുകാരാണ് ഇങ്ങനെ നീക്കം ചെയ്യപ്പെട്ടെന്ന് പറയുന്നു. അദ്ദേഹം അതിനു മുൻപ് പറയുന്നുണ്ട് ന്യൂനപക്ഷ ദളിതർ വിഭാഗത്തിൽപ്പെടുന്നവരുടെ പേരുകളാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്കാക്കുന്ന പോലെ ഒരു സോഫ്റ്റ്വെയർ ആരെങ്കിലും വികസിപ്പിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നതാണ്. എല്ലാ വോട്ടർ പട്ടികയുടെയും ആദ്യ പേര് അതിപ്പോൾ കോൺഗ്രസ് ആകണമോ അല്ലെങ്കിൽ ന്യൂനപക്ഷമാകണോ ദളിതരാകണമെന്നോ നിർബന്ധവുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് രാഹുൽ ഗാന്ധി അത് കൂടുതൽ വ്യക്തത വരുത്തുന്നത്? അല്ല, അതിൽ പറയുന്നത് അതാണ്, കോൺഗ്രസിൻ്റെ ആധിപത്യമുള്ള മണ്ഡലങ്ങളാണ് ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ സംഘടിതമായി വലിയ തോതിൽ വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസിന് ആധിപത്യമുള്ള, കോൺഗ്രസിന് അനുകൂലമായ വോട്ടുകളുള്ള ബൂത്തുകൾ, മണ്ഡലങ്ങളൊക്കെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടിതമായ നീക്കമാണ് നടക്കുന്നത്. കൃത്യമായി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നത്. അവർ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ആദ്യ വോട്ട്, ഒരു വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ഒരു പേജിലെ ആദ്യ വോട്ട് കൃത്യമായി അത് നീക്കം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു സോഫ്റ്റ്വെയർ എവിടെയോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, അത് ഒരു കേന്ദ്രീകൃത സ്ഥലത്ത് നിന്ന് ഇക്കാര്യത്തിൽ നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച പരാതികൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പരാതി. അതായത് അവിടുത്തെ ഒരു പോലീസ് സംവിധാനം, ഒരു അന്വേഷണ ഏജൻസി, കർണാടകയുടെ CID പോലീസ്, അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ വ്യാജമായ വോട്ട് നിർദ്ദേശം അല്ലെങ്കിൽ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ചില നമ്പറുകൾ ഉപയോഗിച്ചിട്ട് ചില വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ട പരാതികൾ വരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങൾക്ക് വേണം, മൊബൈൽ നമ്പറുകൾ വേണം, അതിൻ്റെ IP അഡ്രസ്സ് വേണം, ഇതിൻ്റെ OTPയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ആരോപണം. ഇതിൽ മറുപടി നൽകാനുള്ള ബാധ്യത ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരുന്നുണ്ട്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മറുപടികൾ നൽകി ഒഴിവായതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നു, നിങ്ങൾ തെളിവ് നൽകണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രക്രിയ, അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾ തന്നെ തെളിവ് നൽകണം എന്ന് പറയുന്ന ആ ഒരു നടപടിക്രമം ശരിയല്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുമ്പ് ഇരുന്നിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അശോക് ലവാസ ആയിരുന്നാലും SY ഖുറേഷി ആയിരുന്നാലും അവരൊക്കെ തന്നെ അങ്ങനെയല്ല നടപടിക്രമം. ഒരു ആരോപണം വന്നാൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശ്വാസ്യത, അതിൻ്റെ സുതാര്യത, ഇത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിരുന്നു എന്നുള്ളൊരു വളരെ വ്യക്തമായ സുവ്യക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നേരത്തെ ഇരുന്നവർ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ തെളിവുകളൊക്കെ നിങ്ങൾ നൽകണം എന്നുള്ള തരത്തിലുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുന്നു? അപ്പോൾ ഇന്നും സമാനമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ആനന്ദിൽ നിന്നും രജൗറയിൽ നിന്നുള്ള ആരോപണമാണ്. അതിൽ ഇതേ സമാനമായ മറുപടി ആയിരിക്കുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.